വെൽക്കം ബാക്ക് ടു NJJK. നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മലയാളത്തിൽ നിന്നാണ്, പള്ളിച്ചട്ടമ്പി എന്നാണ്. ഈ ഒരു മൂവിയുടെ ഒരു ഗ്ലിംസ്, ഒരു വീഡിയോ, അങ്ങനത്തെ ഒരു സാധനമാണ് വന്നേക്കുന്നത്. വേറെ ആരല്ല, നമ്മുടെ ടോവിനോന്റെ മൂവിയാണ്. അത് മാത്രമല്ല, ഇതിന്റെ ഡയറക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഡിജോ ജോസ് ആന്റണി. അപ്പൊ ഇതിനകത്ത് ആ ഒരു പോസ്റ്റിൽ പെട്ടെന്ന് കാണുമ്പോൾ നമ്മളുടെ ഒരു 2018 മൂവിയിലെ ഒരു ലുക്കൊക്കെ ഇല്ലേ, മുണ്ടൊക്കെ ആ ഒരു സംഭവം വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഡിജോ ജോസ് ആന്റണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് പടം തന്നെ ഞെട്ടിച്ച പടമായിരുന്നു ക്വീൻ. അതിനുശേഷം നമ്മൾ ജനഗണമന, അത് ഭയങ്കര സംഭവമായിരുന്നല്ലോ, ഭയങ്കര ഡിസ്കഷൻ. ഇവനത് കാണുന്ന സമയത്ത് നമ്മൾ കുറേ കാലം ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെയാണ് ആ സിനിമയിലൂടെ അല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇത് ഇന്ത്യയാണ്, ഇത് ഇവിടെ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, കറക്റ്റ് അതുപോലൊരു സംഭവമായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഇറങ്ങിയ പടം മാത്രം അത്ര വിജയിച്ചില്ല. നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ മൂവി നിവിൻ പോളിയുടെ കൂടെ. പക്ഷെ നിവിൻ പോളിയുടെ കാലക്കേട് കൊണ്ടാണോ, പക്ഷെ ആ പടത്തിനെ കുറിച്ചിട്ട് പിന്നീട് OTT വന്നപ്പോൾ കുറെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു കുഴപ്പമില്ലാത്ത പടമാണെന്നൊക്കെ. പക്ഷെ അത് കാണാനുള്ള ഒരു തോന്നലേ വരുന്നുണ്ടായിരുന്നില്ല, കണ്ടില്ല പടം. പക്ഷെ അല്ല, അതിന്റെ പാട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നില്ലേ? ഒരു പാട്ട് ഇറങ്ങിയ ധ്യാനം നിവിൻ പോളി ഒരുമിച്ച് വന്നിട്ടുള്ളൊരു, ചിലപ്പോൾ എന്താണെന്ന് അറിയില്ല, എന്ത് കോമ്പിനേഷൻ ശരിയാവാത്തതുകൊണ്ടാണോ എന്താണെന്നുള്ള അറിയില്ല. പക്ഷെ എന്തായാലും നല്ലൊരു പ്രോമിസിങ് ഡയറക്ടറാണ്. ഫസ്റ്റ് 2 പടം ഹിറ്റായിട്ട് 3ാമത്തെ പടം മാത്രമാണ് കുറച്ചൊന്ന് പോയത് അല്ലെ. അപ്പോൾ ഈ ഒരു പടത്തിൽ നല്ല പ്രതീക്ഷയുണ്ട് അല്ലെ. പള്ളിച്ചട്ടമ്പി എന്നൊക്കെയാണ്. അപ്പൊ അതിനകത്ത് ടോവിനോ എനിക്ക് തോന്നുന്നു മറ്റേതിന് ശേഷമാണ്, വേറെ പടത്ത് വന്നില്ലല്ലോ, ലാസ്റ്റ് ലോകയ്ക്ക് ശേഷം നമ്മൾ കണ്ടില്ലല്ലോ ആളെ. അതിന് മുന്നേ ഇറങ്ങിയ കഴിഞ്ഞ വർഷത്തെ പടം അത്ര വലിയ കയറിയിട്ടില്ലാന്ന് തോന്നുന്നു. വലിയ ഏതാണ് ടോവിനോന്റെ മറ്റേ പടം ഇല്ലേ, മറ്റേ 3 പേര് വന്നത്, 3 പേര് അജയ്, മറ്റേതാ അജയ് ചാന്തരോ? അല്ല, അജയ് ചാന്തർ അതിന്റെ പടത്തിലായിരുന്നു. അത് 25-ലാണോ? അത് 2025 അല്ലാന്ന് തോന്നുന്നില്ല, അത് 4-ലാണ്. കഴിഞ്ഞ വർഷം വലിയ ഹിറ്റ് ഇല്ലാന്ന് തോന്നുന്നു. അറിയാം, അതാ പറഞ്ഞത്, അങ്ങനെ ഓർക്കുന്ന രീതിയിലില്ല. കാരണം അതാ ലാസ്റ്റ് കണ്ടൊരു ഫീൽ. മറ്റേ ആ പടത്തിന്റെ പേര് ഏറം. അത് 24 ലാസ്റ്റാന്ന് തോന്നുന്നു. പക്ഷെ ഒരു 25 പ്രൊഡക്റ്റ് പോലെ. 25-ൽ എനിക്ക് തോന്നുന്നു വലിയ പടങ്ങളൊന്നും വന്നിട്ടില്ലാന്ന് തോന്നുന്നു. ഇനി വരുന്നൊരു പടമുണ്ട്, അതിരടി എന്ന് പറഞ്ഞൊരു പടം, നമ്മുടെ ബേസിലിന്റെ കൂടെ. അതിന്റെ നമ്മളൊരു സാധനം വന്ന് നമ്മൾ മിസ് വന്നല്ലോ, അത്യാവശ്യം നല്ല റോൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് കാണാം. ആൻഡ് ഇതിന്റെ വേറൊരു പ്രോമിസിംഗ് കൂടി ജെയ്ക്സ് വെച്ചാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അപ്പൊ എന്തായാലും ഒരു ഹിറ്റ് ഫാക്ടർ ഉണ്ട് അല്ലെ. തുടങ്ങാം. റെഡി? ജെയ്ക്സ് വെച്ച് വരുമ്പോൾ തന്നെ ഒരു ഹിറ്റ് ഫാക്ടർ വരും അല്ലേ. എന്താണ് പോയത് ഇപ്പോ? ഹൈ വോൾട്ടേജ് എന്തോ പോയി. ഒറിജിൻ ആട്ടോ പറഞ്ഞേക്കണത്, എന്താ ഒറിജിൻ. അപ്പൊ എനിക്കൊന്ന് ഇതിന്റെ തുടക്കം പറയാനായിരിക്കും അല്ലെ. മറ്റേ ഡയലോഗ് എവിടെ കേട്ടിട്ടില്ല, അങ്ങനത്തെ ഡയലോഗ്. അല്ലേ, അത് പൊളിച്ച്. അഗൈൻ പാനിങ് 9th ഏപ്രിൽ അടുത്തായി. ഇത്രയും വന്നിട്ട് ചിലപ്പോ ഇങ്ങനെ മെല്ലെ മെല്ലെ ഹൈപ്പ് കയറ്റാനായിരിക്കും. ഹൈപ്പ് വേണ്ടേ? മുള്ളും മുരടും ആ ഒരു സാധനമില്ലേ? അല്ല, അങ്ങനെ പറയില്ലേ, കല്ല്, അങ്ങനെ ഒരു സാധനം ഇല്ലേ, മറ്റേ എന്തോ ഒരു സംഭവം പറയില്ല അങ്ങനെ. ഞാൻ അല്ല, അത് ഞാൻ കേട്ടിട്ടുണ്ട്, മുന്നേ ഞാൻ കേട്ടിട്ടുണ്ട്. കല്ല്, കരട്, കാഞ്ഞിരമട്ടി, മുള്ളു, മുരിക്ക്, അങ്ങനെ ഒരു സാധനം ഒരു ചൊല്ലു പോലെ പറയും. ഞാൻ എവിടെയോ അത് കേട്ടിട്ടുണ്ട്, ആ ഒരു സംഭവം. അത് തന്നെ ആയിരിക്കും. ടോവിനോന്റെ ആ ഒരൊറ്റ ലുക്ക് കൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണത്. ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി സാധനം ഉണ്ടാവുന്നു, പക്ഷെ അതില്ല. പക്ഷെ വന്ന സംബന്ധിച്ച് എന്താ പറയാ, നമ്മുടെ ഒരു ഭയങ്കര ധീരൻ എന്നൊക്കെ പറഞ്ഞൊരു സാധനമാണ്. അതുപോലെ അതുപോലത്തെ ഒരു സാധനമാണ്. അപ്പൊ ആ ക്യാരക്ടർ കുറച്ച് എനിക്ക് തോന്നുന്ന ഒരു ചട്ടം, എന്താ പള്ളിച്ചട്ടം. അപ്പൊ ഭയങ്കര ഒരു ഡയറി ആളായിട്ടാണ് വരാൻ പോകുന്നത്. മറ്റേ അതിരടിയുടെ പോസ്റ്ററൊക്കെ കണ്ടപ്പോഴേ അതിലും മുണ്ടൊക്കെ കൊടുത്ത് തിരുവനന്തപുരം ഭാഷ സംസാരിക്കുന്ന എന്തോ ടോവിനോണ് വരാൻ പോകുന്നത്. പുതിയ മറ്റേ ബേസിലിന്റെ പടം ഉണ്ടല്ലോ, ബേസിൽ അഭിനയിക്കുന്നല്ല, സോറി ബേസിൽ ഡയറക്ഷനല്ല, അഭിനയിക്കുന്ന പടത്തിൻ്റെ അകത്ത് അത് ഏകദേശം അതുപോലത്തെ ഒരു ഇതാണ്. അപ്പൊ ഇതിൻ്റെ അകത്തും മുണ്ടെടുത്തിട്ട് തന്നെയാണ് വരാൻ വേണ്ടി പോകുന്നത്, നാടൻ ആ ഒരു അപ്പച്ചൻ ലുക്കില് മീശയൊക്കെ വെച്ചിട്ടുള്ള ഒരു കട്ടലൊക്കെ, ഏകദേശം ആ ഒരു ലുക്ക് ഭയങ്കര മാച്ച് ആണ് ആൾക്ക്. അല്ല, അത് ഭയങ്കര നമുക്ക് നെക്സ്റ്റ് ഡോർ ഫീൽ കിട്ടും ആ ഒരു ലുക്ക്. ആ ലുക്കില്, ടോവിനോന്റെ ആ ലുക്കില് ശരിക്കും എന്താ, നമ്മൾ അടുത്തുള്ള ചേട്ടന്മാരുടെ ആ ഒരു ഭയങ്കര ഒരു ഫീൽ അടിക്കും. പക്ഷെ ആള് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട്, അതായത് മീശയൊക്കെ അടിച്ചിട്ട് വരുന്ന സമയത്ത് വേറെ ലുക്ക്, അതായത് മീശ ഉള്ളപ്പോഴും മീശ ഇല്ലാത്തപ്പോഴും ആള് ലുക്കാണ്, അത് വേറെ കാര്യം. ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് യൂട്യൂബ് ബ്രൂട്ടസിന്റെ അകത്ത് വന്ന സമയത്ത്, മുന്നേ ആ സമയത്ത് ഒരു യൂട്യൂബ് ബ്രൂട്ടസ് പടം ഓർമ്മയില്ല, അതില് മീശ അടിച്ചിട്ട് ബസ്സിലൊക്കെ വെച്ചിട്ട് നമ്മളെ ഈ
ബാച്ചിലർ ടീമിന്റെ ഇടയിൽ കാണുന്ന ഒരു മസൽ അലിയന്റെ ഒരു സാധനം ഉണ്ടായിരുന്നു, അതും ഭയങ്കര നെക്സ്റ്റ് ഡോർ ഫീൽ തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് വന്ന മീശ അടിക്കുന്നതൊക്കെ കുറച്ച് സ്റ്റൈലിഷ് ആണ്. മീശ അടിക്കുമ്പോൾ കുറച്ച് സ്റ്റൈലിഷ് ആണ് വരാറ്, ആള് ലുക്ക് അങ്ങനെ വരാറ്. പക്ഷെ മീശ വെക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ നാട്ടിലെ ആ ഒരു ഭയങ്കര ഒരു നമ്മൾ പറയില്ല ഒരു ഭയങ്കര ഒരു ഹോം ഫീൽ തരുന്ന ഒരാളെ പോലെ തോന്നും. എവിടെയൊക്കെ കണ്ടിട്ടുള്ള ഒരാളെ പോലെ നമ്മൾ ഈ ജയസൂര്യൊക്കെ വരില്ലേ മീശയൊക്കെ വെച്ചിട്ട്, അപ്പൊ എങ്ങനെ നമുക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിലൊരാളെ പോലെ തോന്നില്ലേ, അതുപോലെ ഏകദേശം. പക്ഷെ മീശ വടിച്ചിട്ട് വന്നാലും പക്ഷെ എല്ലാ ആക്ടേഴ്സും അങ്ങനെയല്ല കേട്ടോ. അതായത് അവർക്ക് ചിലർക്ക് എന്ന് വെച്ചാൽ മീശ വെച്ചിട്ട് വരുന്നതായിരിക്കും, മീശ വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ ബോറായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ടോവിനോക്ക് അങ്ങനെയല്ല, ഏതും സേഫ് ആണ്, എല്ലാം ഭംഗിയുമാണ്. എന്ത് വന്നാലും അതായത് ആള് ആ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ബോഡിയൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്യുന്നോണ്ടായിരിക്കും ചിലപ്പോൾ. കാരണം ഇപ്പൊ നമ്മൾ ARMൽ തന്നെ കണ്ടായിരുന്നു, ആ ഒരു 3 ക്യാരക്ടറിന് 3 ബോഡി ടൈപ്പാണ് ശരിക്കും. അപ്പൊ ആ 3 ബോഡി ടൈപ്പും ആള് അതനുസരിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സെറ്റ് ചെയ്യുന്നോണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ ആ ഒരു ക്യാരക്ടറിനെ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഒരു ഒറിജിനൽ ഫീൽ ചെയ്യുന്നത് അല്ലെ. അങ്ങനെ അധികം പേര് ആൾക്കാർ ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ അതിനകത്ത് തന്നെ ARMൽ തന്നെ കണ്ടില്ലേ, മറ്റേ ആ 3ാമത്തെ ആളെന്ന് പറയുന്നത് ഭയങ്കര കുറച്ചൊന്ന് മെലിഞ്ഞുണങ്ങിയ ഒരു അല്ലല്ല പുതിയ കാലത്തിലെ ആള് കുറച്ചൊരു മെലിഞ്ഞുണങ്ങി അങ്ങനത്തെ ഒരു ലുക്കല്ലേ ഉള്ളത്. അപ്പൊ അതുകൊണ്ടിട്ട് ആള് അതിന് തോന്നുന്നുണ്ട് അതിനകത്ത്. പക്ഷെ ഫസ്റ്റത്തെ ആളെ കാണുന്ന സമയത്ത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ആ ഒരു പ്രൗഡി സംഭവങ്ങൾ, പിന്നെ ആ ഒരു കള്ളനാണെന്നുണ്ടെങ്കിലും അതും കാണിക്കും, ഭയങ്കര കരുത്ത് സംഭവങ്ങൾ കാണിക്കും. അപ്പൊ ആ ഒരു 3 പേരും 3 രീതിയിൽ ബോഡി സെറ്റ് ചെയ്ത് ആള് വെച്ചിട്ടുണ്ട് ആ ക്യാരക്ടറിന്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു പടം കൊണ്ട് തന്നെ ആയിരിക്കാം കൂടുതൽ അങ്ങനെയുള്ള റോൾസും കൂടി ആൾക്ക് വരുന്നത്. പിന്നെ ലോകയിൽ നമ്മൾ കണ്ടു എന്തായിരുന്നു എന്നുള്ളത്. അതായത് വരുന്ന റോളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ആളാണ് അതിന്റെ പ്രത്യേകത. ഈ പടത്തിന്റെ പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് ടോവിനോണ് അഭിനയിക്കുന്നത് തോന്നുന്നില്ല കേട്ടോ. പേര് കേൾക്കുമ്പോൾ അല്ല, നമ്മളിപ്പോ പോസ്റ്റർ ഒന്നും കാണാണ്ട് ജസ്റ്റ് പള്ളിച്ചട്ടമ്പിന്ന് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നമ്മള് സുരേഷ് ഗോപി ചേട്ടൻ ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിന് മുന്നേ ഏതോ ഒരു പടത്തിന് അങ്ങനെ ഒരു പേരെന്തോ ഉണ്ടായിരുന്നല്ലേ, ഏതോ ഒന്ന് പ്ലാൻ ഒറ്റക്കൊമ്പന്റെ പോലെ തന്നെ എന്തോ ഒരു സാധനം ചട്ടമ്പി എന്ന് പറഞ്ഞിട്ട് എന്തോ പ്ലാൻ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കണം നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരുന്ന സുരേഷ് ഗോപി ചേട്ടനാണ്. പക്ഷെ ടോവിനോ വന്നപ്പോഴും രസമുണ്ട് കേട്ടോ. ആ ഒരു പള്ളിച്ചട്ടമ്പി മറ്റേ എന്തോ ഒന്ന് കേട്ട പോലെ ടോവിനോ അതിനകത്ത് പെട്ടെന്ന് നമുക്ക് കിട്ടുന്നില്ല ആളുടെ ഇത് വരുന്ന. പക്ഷെ ഇപ്പൊ ഓക്കെയാണ് അവര് കാണിച്ചത് കൊണ്ട്. ഇനിയിപ്പോ സംഭവം എന്ന് വെച്ചാൽ ഏപ്രിലാണ് പടം വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് മുന്നേ എന്തായാലും കുറെ അപ്ഡേറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ട്രെയിലർ ടീച്ചർ സംഭവങ്ങളൊക്കെ എന്ന തീം പോലെ തന്നെ ജെക്സ് വിജയ് പൊളിച്ചിട്ടുണ്ട്. അതായത് ആ വന്നപ്പോ തന്നെ ആ ഒരു പാട്ട് ഇതിനകത്ത് ആ ഒരു സ്കോറിനായിരുന്നു ഭയങ്കരമായിട്ട് നമുക്ക് എഫക്ട് കിട്ടിയത്. ബാക്കി സംഭവങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഒട്ടും ഓക്കെ കണ്ടില്ല എന്നുള്ള രീതിയിൽ ടോവിനോടൊക്കെ അങ്ങനത്തെ ഒരു സാധനമായിരുന്നു ഉണ്ടായിരുന്നത്. മോഷൻ പോസ്റ്റർ ഇതിനകത്ത് മോഷൻ പോസ്റ്റർ പോലെ, കാരണം ആള് മൂവിങ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പോസ്റ്റർ അല്ലേ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ പറയാം. അടുത്ത വീഡിയോയിൽ കാണാം.